ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഇതേപോലൊരു കിച്ചൺ റാക്കാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐറ്റം കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് മുമ്പ് ഞാനൊരു ഷൂ റാക്ക് ഉണ്ടാക്കിയായിരുന്നു. നമ്മൾ ഫ്രൂട്ട്സിനൊക്കെ വരുന്ന ഫ്രൂട്ട്സ് കടയിലൊക്കെ കിട്ടുന്ന അവർ ഡിസ്കാർഡ് ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കണ്ടെയ്നറാണ്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇന്ന് ഇതേപോലൊരു കിച്ചൺ റാക്ക് ഉണ്ടാക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അതിനായിട്ട് വേണ്ടത് നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കളയണം. ഇത്രയും സ്പേസ് എല്ലാത്തിൻ്റെയും കട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ വരുന്ന ഇതിനകത്തും നമുക്കിത് വയ്ക്കുമ്പോൾ അത്ര ശരിയാവില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഗ്രില്ലും കൂടെ നമ്മൾ ഇതുപോലെ ഒരു ഡിസ്കാർഡ് ചെയ്തൊരു ഗ്രില്ല് ഇതും കൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടി വരുമോ എന്നറിയില്ല. അപ്പോൾ നോക്കിയിട്ട് ഇതിന് കട്ടി കുറവുണ്ടെങ്കിൽ മാത്രം ഇതിൽ വെക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ കട്ടി കുറവുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലത്തെ ഒരു ഗ്രില്ല് എടുത്തിട്ട് നമ്മളത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ സ്പേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിനെ മുഴുവൻ ഇതുപോലെ കട്ട് ചെയ്ത് കാണും. ഇതുപോലത്തെ നമുക്ക് ബ്ലേഡ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് കട്ട് ചെയ്യണം. അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ കട്ട് ചെയ്യുന്ന ആ സ്പേസ് കിട്ടേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത്രയും ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ ഈ സ്പേസ് നമുക്ക് എന്തെങ്കിലും വെക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതുണ്ടെങ്കിൽ അത് നടക്കത്തില്ല. അപ്പോൾ ഇതിനായിരുന്നു ഞാൻ ഷൂ റാക്കിനും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ നമുക്കെല്ലാം കട്ട് ചെയ്യാം. അപ്പോൾ ഇത് ബാക്കി ഞാൻ എന്താ വെച്ചാൽ ഇത് കട്ട് ചെയ്തിട്ട് കാണിക്കാൻ എങ്ങനെയാണ് കാണിച്ചത്. ഇപ്പോൾ ഇത് എന്താണ് ചെയ്തതെന്നുള്ളത് കാണിക്കാനാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ ഭാഗവും വേണ്ട ഇതുപോലെ ഈ ബോക്സിൻ്റെ എല്ലാ ഭാഗവും ഇങ്ങനെ ഉണ്ടായിരുന്ന ഗ്രില്ല് നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ ഈ ഗ്രില്ല് ഇത് കുറവാണ്. അപ്പോൾ നമുക്ക് അതിന് പകരമാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഇങ്ങനത്തെ ഒരു വലിയ പീസില്ലേ, ഇതുപോലൊരു വലിയ പീസിന് ഞാൻ ഇങ്ങനത്തെ ഗ്രില്ല് കട്ട് ചെയ്തെടുത്ത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു മെഷ് എടുക്കുക. ഇതുപോലൊരു മെഷ് ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് ഒരു വേസ്റ്റായിട്ട് സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇതിൻ്റെ പീസ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കാനാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളിത് ആ വലിയ മെഷ് നമ്മൾ വെച്ച് നോക്കുക. എന്നിട്ട് ഇതുപോലെ ഇത് കറക്റ്റ് ഇവിടെ നിൽക്കുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്യുക ചെയ്ത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു വലിയ പീസിൽ നിന്ന് നമ്മളിതെങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരു അളവെടുക്കുക. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പീസ് എടുത്തിട്ട് ഈ ഇതെനിക്ക് ഇതുപോലെ കിട്ടിയത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും വലുതായിട്ട് കിട്ടുമായിരിക്കും. കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിലുള്ള പീസ് കിട്ടും. പക്ഷേ ഞാൻ ഇത് തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കിട്ടി. ഓക്കെ, ഇത് കിട്ടിയിട്ട് ഇതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ അളവിനനുസരിച്ച് ഈ ഭാഗം ഇവിടെ നമ്മളതിനെ കട്ട് ചെയ്യുക. സെയിം അളവ് തന്നെ നമ്മളിപ്പോൾ ഇതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാം ഇതുപോലെ സെയിം അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഓക്കെ, എന്നിട്ട് ഇതിൽ ചെറിയ ബെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ തട്ടി ഒരു പലകയൊക്കെ വെച്ച് നമ്മളിങ്ങനെ ചിലപ്പോൾ ഇതുപോലെ തന്നെ ബെൻഡ് ചെയ്ത് തന്നെ കിട്ടും. അല്ലെങ്കിൽ ഒരു പലക ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു പലക വെച്ചിട്ട് നമ്മളതിനെ തട്ടി നേരേക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ മൂന്ന് തട്ടിന് വേണ്ടി 3 കമ്പികൾ ഇപ്പോൾ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കണ്ടില്ലേ, എല്ലാ തട്ടും ഞാൻ എല്ലാ സൈഡും മുറിച്ചു. ഓക്കെ, അതായത് ഒരു സേഫ് ആയിട്ടുള്ള സ്റ്റാൻഡ് എല്ലാ സൈഡിൽ നിന്ന് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ് ആക്കാനാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ഈ ഗ്രില്ല് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഗ്രില്ല് വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം. ഇപ്പോൾ ഞാൻ 4 എടുത്തിരിക്കുന്നത്. ഇതുപോലെ 4 പീസ് എടുത്തിരിക്കുന്നത്. ആ 4 പീസ് നമ്മൾ ഇതുപോലെ ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുക. അതായത് ഓരോരോ സാധനങ്ങൾ നമ്മൾ എടുക്കും. ഇതുപോലെ എടുത്തിട്ട് ഓരോ സെക്ഷനായിട്ട് നമ്മളിങ്ങനെ വെക്കുക ചെയ്യുക. ഇതുപോലെ വെച്ചതിന് ശേഷം ഓരോ സെക്ഷനും നമ്മൾ ഇതുപോലെ ഗ്യാപ്പിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കും. ഇതുപോലെ ഓരോന്നിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ വെച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് വെക്കും. ഇതുപോലെ വയ്ക്കും. എന്നിട്ട് തിരിക്കും ഈ ഗ്യാപ്പിലേക്ക് ഇവിടെ വരുന്ന ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ സെയിം സൈസുള്ള സാധനമായിരിക്കും കിട്ടുക. ഇതുപോലെ സൈസും എല്ലാം കറക്റ്റായിരിക്കും. നിങ്ങൾക്ക് വേറെ വ്യത്യാസമൊന്നും വരില്ല. ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് സൈസിലാണ് ഇവർ തന്നെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഉള്ള ആണെങ്കിലും ഇത് തന്നെയായിരിക്കും സംഭവം ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു മാറ്റം വരില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതിലേക്ക് വെച്ചിട്ട് ഓരോന്നായിട്ട് ഫിക്സ് കൊടുക്കും. അപ്പോൾ ഞാനിതെല്ലാ സ്റ്റാൻഡും വെച്ചു. ഏറ്റവും ടോപ്പ് പോർഷനിൽ ഇതുപോലെ വെക്കുക. അപ്പോൾ ഇവിടെ ചെറിയൊരു കട്ടിങ് ഉണ്ടാവും.
അപ്പോൾ നമ്മൾ ആ കട്ടിങ്ങിനനുസരിച്ച് ഇവിടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുത്ത് ആ കട്ടിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇത് ഗ്രൂവ് കറക്റ്റ് ഇറങ്ങുന്ന രീതിയിൽ. അപ്പോൾ നമ്മളൊരു സോൾഡറിങ് അയൺ എടുത്തിട്ട് ആ ഗ്രില്ലിൻ്റെ താഴേക്ക് ഇറങ്ങേണ്ട ആ പോർഷൻ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ ഒരു ഗ്രൂവ് വരികയും ചെയ്യും. അതിലേക്ക് നമുക്ക് സിമ്പിളായിട്ട് ഇത് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഈ ഗ്രില്ല് കംപ്ലീറ്റ്, ഇതിപ്പോൾ ഓൾറെഡി പെയിൻറ്റ് ചെയ്തൊന്നും വേണ്ട, നല്ല രീതിക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗ്രില്ലിനെ കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിനിപ്പോൾ ഒരു റെഡ് കളർ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു റെഡ് വൈറ്റ് കോമ്പിനേഷൻ അപ്പോൾ നല്ലതായിരിക്കും. അപ്പോൾ ആദ്യം ഞാൻ ഈ ഗ്രൂവിലേക്ക് കറക്റ്റ് ഇതിനെ ഫിക്സ് ചെയ്ത് സെറ്റ് ആയതിന് ശേഷം അത് എടുത്ത് മാറ്റുന്ന രീതിയിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഒരു കൈ അടിച്ച് കൊടുക്കുക, അങ്ങനെ ചെയ്താൽ അല്ലെങ്കിൽ സ്ക്രൂ ഇട്ട് കൊടുത്താൽ മതി. ഒരു വാഷർ വെച്ചിട്ട് സ്ക്രൂ ചെയ്താൽ മതി. ആ സ്ക്രൂ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതിനെ ഒന്ന് കംപ്ലീറ്റ് പെയിൻറ്റ് അടിക്കണം. ഇതിപ്പോൾ ഞാൻ ഈ ഗ്രില്ല് കംപ്ലീറ്റ് എടുത്തിട്ട് പെയിൻറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബൈക്കിൻ്റെയൊക്കെ പെയിൻറ്റ് അടിക്കുന്ന, വണ്ടിക്ക് അടിക്കുന്ന ഒരു പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഒരു ട്രേയിലേക്ക് ഒഴിക്കുകയായിരുന്നു. അതായത് നമ്മളൊരു ബ്രഷ് കൊണ്ടൊക്കെ അടിച്ച് കഴിഞ്ഞാൽ സമയം ഒരുപാട് എടുക്കുന്നുണ്ട്. ഞാൻ അതൊരു റോളർ വെച്ചാണ് അടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ റോളറിൽ ഡിപ്പ് ചെയ്തിട്ട് റോളർ ഇട്ടാണ് ഞാനിത് അടിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും റോളറാകുമ്പോൾ. അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കുന്നുണ്ടാണ് കേട്ടോ. ബ്രഷ് കൊണ്ട് അടിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ റോളർ വെച്ചിട്ട് കംപ്ലീറ്റ് ഇത് റെഡ് കളർ പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ്. ഈ ഒരു ക്രിംസൺ പോലത്തെ ഒരു റെഡ് ഷെയ്ഡാണ് ഇത് ചെയ്യുന്നത്. ബൈക്കിൻ്റെയൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണങ്ങും. മറ്റേ ഗ്രില്ലിനടിക്കുന്നതാകുമ്പോൾ സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ബൈക്കിനടിക്കുന്ന പെയിൻറ്റ്. റേറ്റ് ആയാലും വലിയ വ്യത്യാസം വരുന്നില്ല. അതിന് അപ്പോൾ ഞാൻ അതാണ് അടിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പെയിൻ്റായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അതിൽ മിക്സിംഗ് ഒന്നും വേറെ ചെയ്തിട്ടില്ല. കാരണം ഡയറക്റ്റ്ലി ഡാർക്ക് നമ്മൾ ബൈക്കിന് അടിക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് മിക്സിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. സ്പ്രേ ഗണ്ണ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അതേ ഇതിൽ തന്നെ നമുക്ക് വെച്ച് അടിച്ചു കൊടുക്കാം. കയ്യിൽ പറ്റുന്നവർ ഗ്ലൗസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ വെച്ചിട്ട് തന്നെ കംപ്ലീറ്റ് അടിക്കുകയാണ്. ബാക്കി നമുക്ക് അടിച്ച് ചെയ്യുന്ന ശേഷം കാണാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ഇപ്പോൾ ഇന്നലെ പെയിൻറ്റ് ചെയ്തതെല്ലാം ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ശരിക്കും ഒരുവിധം ഉണങ്ങിയായിരുന്നു. കാരണം നമ്മൾ ബൈക്കിനൊക്കെ അടിക്കുന്ന ഇതായതുകൊണ്ടേ പെട്ടെന്ന് തന്നെ ഉണങ്ങിയായിരുന്നു. പിന്നെ ഞാൻ കുറച്ചുകൂടെ ഉണങ്ങട്ടെ എന്നുള്ള രീതിയിൽ, എയറെല്ലാം ഡ്രൈ ആവട്ടെ എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്താണ്. അപ്പോൾ നന്നായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിപ്പോൾ കട്ടായിട്ട് ഇവിടെ ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഇനി ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഗ്രില്ല് നമുക്കിത് ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യണം. അതിനിപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇവിടെ ഈ ഗ്രൂവ് നമ്മളിതിൻ്റെ കറക്റ്റ് പൊസിഷൻ കറക്റ്റാക്കിയതിന് ശേഷം ഈ സൈഡ് നോക്കിയിട്ട് ഇതിൻ്റെ പൊസിഷൻ കറക്റ്റാക്കിയതിന് ശേഷം ഇവിടെ കണ്ടോ ഈ സ്പേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഈ ഗ്രില്ല് താഴാൻ വേണ്ടി അവിടെ ചെറുങ്ങനെ സോൾഡറിങ് ആയതുകൊണ്ട് ഒരു ഗ്രൂവ് ഇട്ട് കൊടുക്കും. അപ്പോൾ ആ ഗ്രില്ല് ഉള്ളിലേക്ക് താണ് സെറ്റായിട്ട് നിന്നോളും. അവിടെ ഇവിടെ രണ്ട് സൈഡിൽ ഇട്ട് കൊടുത്താൽ മതി. അത് നമ്മൾ കട്ട് ചെയ്ത് കളയണ്ട. ഇപ്പുറത്തെ സൈഡിലും അങ്ങനെ തന്നെ, ഇവിടെ അങ്ങനെ തന്നെ. അപ്പോൾ ആ പൊസിഷൻ കറക്റ്റ് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എടുത്തത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഗ്രില്ല് ഉള്ളിലേക്ക് പോകേണ്ട ഭാഗം ജസ്റ്റ് ഈ പെൻസിൽ കൊണ്ട് ഒന്ന് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഞാനിപ്പോൾ ഗ്രൈൻഡ് ചെയ്യാൻ, നിങ്ങൾക്ക് സോൾഡറിങ് അയൺ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാനാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്യാം. അവിടെ ആ ഭാഗം ഒന്ന് ഞാൻ ഗ്രൈൻഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഗ്രൂവ് ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം അത് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അതതിൽ ഫിക്സ് ആയിട്ടിരുന്നോളും. നേരെ മറിച്ച് നമ്മളിതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ അതിൽ കിട്ടത്തില്ല. എന്താ അപ്പോൾ ഇതിൽ അമർത്തി കഴിഞ്ഞപ്പോഴേക്ക് നല്ല ടൈറ്റായിട്ട് അത് ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ അതങ്ങനെ ഇവിടെ മടക്കി ഉറപ്പിച്ച് വെക്കാം. ഇത് കംപ്ലീറ്റ് ഇപ്പോൾ അതിൽ ഫിക്സ് ആയിട്ടിരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുക. വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട. ഇതിന് മേലെ ഞാനൊരു സ്ക്രൂയിങ് കൂടെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് തന്നെ നല്ല ടൈറ്റായി നീങ്ങില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഗ്രൂവിൻ്റെ ഉള്ളിൽ പോയി വേണമെങ്കിൽ കുറച്ച് ഫെവിക്കോക്ക് ആയാലും പോലെ നമുക്ക് ഗ്രില്ല് എടുത്ത് മാറ്റുന്ന രീതിയിലും ചെയ്യാം ഇങ്ങനെ ചെയ്താലും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതെല്ലാം ഇവിടെ നീളത്തിൽ വെച്ചിട്ടുണ്ട്. ഒരു എക്സ്ട്രാ അത് ഫിക്സായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ ബ്ലാക്ക് കളർ ടൈയാണ് എടുത്തിരിക്കുന്നത്. ആ ടൈ വെച്ചിട്ട് ഞാൻ ഇതിന് എല്ലായിടത്തേക്കും ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഫിക്സ് ചെയ്യുക. കൈ യൂസ് ചെയ്യാൻ എല്ലാവർക്കും അറിയായിരിക്കും, പ്രത്യേകം പറഞ്ഞേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഞാൻ ഇതെല്ലാവർക്കും ടൈറ്റ് ചെയ്യണം. കൈ യൂസ് ചെയ്യുക. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതെല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ബാക്കി കാണിക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിനെ ഇതുപോലത്തെ ഒരു സ്ക്രൂ ആണ്. അതായത് ഒരു 1.5 ഇഞ്ച് 1.5 ഇഞ്ചിൻ്റെ സ്ക്രൂ. ഓക്കെ, അപ്പോൾ ഈ സ്ക്രൂ കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ ഓക്കെ, ഇതിനെ നമുക്ക് ഇതിലേക്ക് ഫിക്സ് ചെയ്യണം. ഇതിപ്പോൾ 2 പീസായിട്ടാണല്ലോ കിടക്കുന്നത്, ഇങ്ങനെ എടുത്താൽ പൊങ്ങി വരുമല്ലോ. അപ്പോൾ ഇതിനെ നമ്മൾ ഇവിടുന്ന് ഇതിലേക്ക് സ്ക്രൂ ചെയ്യുന്നത്. അപ്പോൾ
നിങ്ങൾക്ക് ഡ്രിൽ മെഷീൻ ഇതുപോലത്തെ ഡ്രിൽ മെഷീൻ ഉണ്ടെങ്കിൽ സ്ക്രൂ മെഷീൻ വെച്ച് ചെയ്യാവുന്നതാണ്. ഞാനിതിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇതുപോലെ നമുക്ക് എളുപ്പം പരിപാടി ചെയ്യും. സ്ക്രൂ ഡ്രൈവർ ആണെങ്കിലും നമുക്കിതുപോലെ ജസ്റ്റ് സോൾഡറിങ് ആയതുകൊണ്ട് സോൾഡർ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മളെല്ലായിടത്തും ഇതിപ്പോൾ 4 പോർഷൻ, ഇപ്പോൾ 3 സെറ്റ് ആകുമ്പോൾ നമുക്ക് 2 സ്ഥലത്താണ് വരിക ഫിക്സ് ചെയ്യുന്ന പോർഷൻ. അപ്പോൾ ഇതിപ്പം ഇതിലേക്ക് ഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലായിടത്തും 4 മൊത്തത്തിൽ സ്ക്രൂ ചെയ്ത് വെക്കണം. ഇപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലായിടത്തും സ്ക്രൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്ക്രൂ ചെയ്തിട്ടുണ്ട് ഈ പോർഷനിൽ. ഇതിലേക്ക് ചേർത്ത് സ്ക്രൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ. അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് സ്ക്രൂ ചെയ്യുമ്പോൾ കൂടാന്ന് വെച്ചാൽ ഇത് കയ്യിലൊന്നും തട്ടില്ല. ഇതിലേക്ക് കറക്റ്റ് കയറി ഇരുന്നോളും. ഇവിടെയും ചെയ്തിട്ടുണ്ട്, പിന്നെ ഇവിടെ ചെയ്യുന്നുണ്ട്. അതായത് ഈ രണ്ട് നടുക്കുള്ള പോർഷനെ തമ്മിൽ യോജിപ്പിച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ 4 സ്ക്രൂ, അപ്പോൾ മൊത്തം 8 സ്ക്രൂ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പുള്ളിയിൽ റെഡാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ തട്ടായിട്ടുണ്ട്. 1 2 3 4 തട്ടുള്ളത് വന്നിട്ടുണ്ട്. ടോട്ടൽ എഫക്റ്റീവ്ലി 4 തട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള ഫൈനൽ ലുക്ക്. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ അടുക്കളയിൽ ആ പോർഷനിൽ വെച്ചിട്ട് ഞാൻ അതും കൂടെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സ്പേസിൽ നമുക്ക് ഇവിടുന്ന് ഇവിടെ വരെയുള്ള സ്പേസ്, ഈ തട്ട് ഇതിപ്പോൾ കുറച്ച് പഴകിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഞാൻ ശരിയാക്കി എടുക്കണം പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സ്പേസ് ഉണ്ടോ, മുകളിലേക്ക് ഇത്രയും ഭാഗമുണ്ട് നമുക്കിവിടെ. ഓക്കെ, അപ്പോൾ ഈ ഭാഗം മുകളിലേക്കായിട്ട് ഇത്രയും ഉള്ള സ്പേസിലേക്ക് ഈ തട്ടിന് കുറച്ചുകൂടി മുകളിലാക്കി ഈ ഉയരം വരുന്ന താഴെ തട്ടായിട്ട് ഒരു സ്റ്റാൻഡ് പോലെ വന്ന് ഈ ഒരു ഉയരം വരുന്ന ഒരു തട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രൂട്ട് റാക്ക്, വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഫ്രൂട്ട് റാക്ക് കൊണ്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിവിടെ നമ്മൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അതിന് ശേഷം നമ്മൾ ഇപ്പോൾ കറക്റ്റ് ഇന്നലെ ഞാൻ ഏകദേശം നോക്കിയതാണ്. അപ്പോൾ സ്പേസ് എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുപ്പിയും കൂടെ നേരത്തിന് ശേഷം നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇതുപോലെ ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട്. ഇത്രയും കുപ്പികൾക്ക് നമുക്ക് ഇങ്ങനെ അടുക്കി വെക്കാം അതിൻ്റെ മുകളിൽ. ഓക്കെ, ഇപ്പോൾ സ്റ്റാൻഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുക. ഓക്കെ, താങ്ക് യു.